Health tips for every day, for everyone. From Dr. Mims. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ബൈക്ക് അപകടങ്ങളിൽ മരണസംഖ്യ കൂടുന്നതിന് ഒരു കാരണം ഹെൽമറ്റ് ഉപയോഗിക്കാത്തതാണ്. ഇരുചക്രവാഹനക്കാരുടെ രക്ഷാകവചമാണ് ഹെൽമറ്റ്. ഹെൽമറ്റ് എന്ന കവചം ഇല്ലാത്തതുകൊണ്ട് മാത്രം പലപ്പോഴും ഒഴിവാക്കാനാവുന്ന ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് പലരും. അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ ആഘാതം കുറയ്ക്കാൻ ഹെൽമറ്റ് കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. അത്തരത്തിലാണ് ഹെൽമറ്റിന്റെ രൂപകൽപ്പന. ഹെൽമറ്റുകൾ 4 തരത്തിലുണ്ട്. മുഖം മുഴുവൻ മൂടുന്നവ, മോഡുലാർ അല്ലെങ്കിൽ ഫ്ലിപ്പ് അപ്പ്, തുറന്ന ഹെൽമറ്റ്, അർദ്ധ ഹെൽമറ്റ് എന്നിവയാണ്. ആവശ്യമുള്ളപ്പോൾ ചിൻബാർ ഉയർത്തിവെക്കാൻ കഴിയുന്നവയാണ് മോഡുലാർ. തലയോട്ടിക്ക് മാത്രം സംരക്ഷണം നൽകുന്നവയാണ് തുറന്ന ഹെൽമറ്റ്. തലയോട്ടിക്ക് മിനിമം സംരക്ഷണം നൽകുന്നതാണ് അർദ്ധ ഹെൽമറ്റ്. ബൈക്ക് അപകടങ്ങളിൽ തലച്ചോറിന് ക്ഷതമേറ്റാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? തലച്ചോറിനേൽക്കുന്ന ആഘാതം പലപ്പോഴും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തലച്ചോറിലെ പരിക്കേറ്റ കോശങ്ങൾ സാധാരണ നിലയിലാകാനുള്ള സാധ്യത കുറവാണ്. ഓർമ്മ, ബുദ്ധി പോലുള്ള കഴിവുകൾ വരെ നഷ്ടമായെന്ന് വരാം. മരണത്തിനും ഇടയാക്കും. എല്ലാവരും വരൂ, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ഡോക്ടർ, പരിക്കേറ്റയാളുടെ തലയിൽ നിന്നും ഹെൽമറ്റ് നീക്കുമ്പോൾ നാം വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പരിക്കേറ്റ് കിടക്കുന്നയാളുടെ തലയിൽ നിന്നും ഹെൽമറ്റ് ധൃതിയിൽ വലിച്ചൂരരുത്. അത് സ്വന്തം നിലയിലായാലും മറ്റൊരാളുടേതായാലും. പിന്നെ ഹെൽമറ്റ് തലയ്ക്കാണ് സുരക്ഷ നൽകുന്നത്, കഴുത്തിന് സുരക്ഷയില്ല. അപകടത്തിൽ കഴുത്തിലെ കശേരുക്കൾക്കോ സുഷുമ്നാ നാഡിക്കോ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഹെൽമറ്റ് വലിച്ചൂരുന്നതിലൂടെ അത് പ്രശ്നം ഗുരുതരമാക്കാം. ഒരുപക്ഷെ അത് ശരീരത്തിന്റെ ചലനശേഷി തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന് വരാം. അതേപോലെ പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നട്ടെല്ലിന് പരിക്കേറ്റിരിക്കാം എന്ന് അനുമാനിച്ചും കൂടി വേണം കൈകാര്യം ചെയ്യാൻ. തലയ്ക്ക് സപ്പോർട്ട് നൽകുന്നത് പോലെ നട്ടെല്ലിനും ശരീരത്തിനും സപ്പോർട്ട് നൽകി വേണം ആശുപത്രിയിലേക്ക് നീക്കാൻ. നിയമം അനുശാസിക്കുന്നത് ബൈക്ക് ഓടിക്കുന്നയാൾ ഹെൽമറ്റ് ഇടണമെന്നാണെങ്കിലും സഹയാത്രികരും ഹെൽമറ്റ് ഇടുന്നതാണ് സുരക്ഷിതം.